നമ്മുടെ നാട്ടിലെ നഴ്സുമാരുടെ അവസ്ഥയിലെ എന്തോരം അവരാണ് സമരം ചെയ്യുന്നത്. ഞാൻ ഇപ്പം ന്യൂസിൽ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നാട്ടിൽ ഇത്രയും കഷ്ടപ്പെട്ട് അവർ പഠിക്കും, നല്ല അടിപൊളിയായിട്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്കൊരു പേരുണ്ട്, ട്രെയിനി, അതുപോലെ ന്യൂ ജോയിനി, ഫ്രഷർ. അങ്ങനെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലുകാർ ഇവർക്ക് കൊടുക്കുന്ന സാലറി 5, 10, 15, അതിൽ കൂടുതൽ എന്തായാലും പോകത്തില്ല. മറിച്ച് അവർ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമാണ് GCC മറ്റു നാട്ടിൽ പോകാൻ പറ്റുള്ളൂ. ബട്ട് അവർക്ക് സ്റ്റാർട്ടിങ് എത്ര സാലറി കിട്ടുന്നുണ്ട്? 60, 70. ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത് GCC കൺട്രിയും അതുപോലെ യൂറോപ്യൻ കൺട്രീസുമാണ്. ഇവിടെയാണ് ശരിക്കും അവർ മാലാഖമാർ. നാട്ടിലെന്താണ് അവരുടെ അവസ്ഥ? 5, 10, 15 ഇതിനു വേണ്ടി ഇങ്ങനെ, അതും എന്തൊക്കെയാണ് അവർ ഒരു പേഷ്യൻസിന് വന്ന മുതൽ പോകുന്നവരെയുള്ള കംപ്ലീറ്റ് ഇൻപേഷ്യൻസ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി അവരുടെ കയ്യിലാണ് അല്ലേ? അവരല്ലേ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടേഴ്സാണ് അഡ്വൈസ് ചെയ്യുന്നത് എങ്കിൽ കൂടി അവരാണ് കൃത്യമായിട്ട് ആ മെഡിസിൻസും ഇഞ്ചക്ഷൻസും കൃത്യമായി ചെയ്യുന്നത്.